വൈദ്യുതി മേഖലയിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യവൽക്കരണം അതിനെതിരായിട്ട് കൂടിയാണ് ഈ പറയുന്ന സമരം, ഈ ഉജ്ജ്വലമായിട്ടുള്ള പണിമുടക്ക് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായി വൈദ്യുതിയും പൂർണ്ണമായ അർത്ഥത്തിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണിമുടക്ക്, ആ പണിമുടക്ക് സമരത്തോടൊപ്പം കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ കർഷക പ്രസ്ഥാനവും എല്ലാ വിഭാഗം കർഷക പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ട് പിന്തുണ നൽകുന്നു. ഇത്തരത്തിലുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CITU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇവിടെ കേരളത്തിന്റെ വിചിത്രമായ ഒരു ചിത്രം, ഇന്ത്യയിലെ BMS ഒഴിച്ച് എന്ന് പറഞ്ഞാൽ BJP ഒഴിച്ച് മറ്റെല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ പണിമുടക്ക് നടത്തുന്നത്. അതിൽ INTC ഉണ്ട്, AITC ഉണ്ട്, അതുപോലെ തന്നെ ST ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഇവർക്കിത് പറ്റില്ല. കേരളത്തിന്റെ രാഷ്ട്രീയമാണ്. തൊഴിലാളി വർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ തൊഴിലാളി വർഗം നടത്തുന്ന സമരത്തോടൊപ്പം ചേരാൻ INTCക്ക് ധൈര്യമില്ല, അതുപോലെ തന്നെ STUവിന് ധൈര്യമില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സമരമായിട്ട് ഈ സമരം മാറുമോ എന്ന സംശയത്തിൽ അവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും, എത്രത്തോളമാണ് പങ്കെടുക്കുന്നത് പറയാൻ സാധിക്കില്ല, പങ്കെടുക്കുന്നുണ്ട് എങ്കിലും അവർ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത അവസ്ഥയാണ്. ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കാരണം കൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങളെയും സമരങ്ങളെയും ഛിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. INTCക്കാർ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ല എന്നാണ്. അപ്പോൾ UDF ആണ്, STUവിനും അത് തന്നെയാണ്. UDF അനുവദിക്കുന്നില്ല അവർക്ക് യോജിച്ച സമരത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് പോകാൻ. ഇത് അങ്ങേയറ്റം തെറ്റായ നിലപാടാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ VD സതീശന്റെ ജാഥ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ രാവിലെ കണ്ടു, INTCക്കാര് വയനാട്ടില് ലോഡുമായിട്ട് വരുന്ന ലോറി തടഞ്ഞു. ലോറി ഇങ്ങനെ തടഞ്ഞു വെച്ച് വാക്ക് തർക്കം നടന്ന്, അപ്പോൾ എല്ലാ മാധ്യമ വിഭാഗങ്ങളും എത്തി ലോറിക്കാരനോടും ഡ്രൈവറോടും അതുപോലെ തന്നെ അവിടെയുള്ള നേതാക്കന്മാരോടും എല്ലാം ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്നത്, ഇന്ന് തൊഴിലാളി വർഗം രാജ്യത്തെമ്പാടും പണിമുടക്കുകയാണ്, അത് ഞങ്ങൾ പണ്ടേ പ്രഖ്യാപിച്ചതാണ്, എന്നിട്ട് ലോറിയും കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്, തൊഴിലാളി തന്നെയാണ് ലോറി ഡ്രൈവർ, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തടയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ തടയുന്ന കാഴ്ച ഞാൻ കണ്ടു. VD സതീശന്റെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവർമാരുണ്ടല്ലോ, അവർ ചെറിയ ഞങ്ങളെപ്പോലെ 2-3 വാഹനമൊന്നുമല്ല, അവർക്ക് ഒരുപാട് വാഹനങ്ങളാണ്. ആരാ തടയുക? INTCക്കാരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. INTCക്കാർ പറഞ്ഞ പോലും ജാഥ മാറ്റിവെക്കാൻ, പക്ഷേ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തയ്യാറായില്ല. STക്കാർക്കും അതിൻ്റെ മേലെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്നത്തെ ജാഥ ഞങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചത് അവരുടെ ജാതി അവസാനിപ്പിക്കുമെന്നാണ്, ഇന്നെങ്കിലും അവസാനിക്കുമെന്നാണ്. പക്ഷെ അവർ ചെയ്തില്ല എന്നുള്ളത് അവർക്കിടയിൽ വൈരുദ്ധ്യമുണ്ടാക്കാൻ അല്ലെങ്കിൽ തൊഴിലാളികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തൊഴിലാളി വർഗത്തെ വേർതിരിക്കാൻ പാടില്ല. ഏത് രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, അവരെല്ലാം തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. പേരെല്ലാം വേണം മാറ്റാം, കൊടിയുടെ നിറമെല്ലാം മാറ്റാം, പക്ഷേ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആ ഐക്യത്തോടു കൂടി മാത്രമേ നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായ താക്കീതും അവരുടെ നിലപാടിനെ തിരുത്തിക്കാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുമാവുള്ളൂ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരപരിപാടിയുടെ ഇന്നത്തെ ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.